Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah wahdahu la sharika lahu. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم ومن يرغب عن ملة إبراهيم إلا من سفك نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين صدق الله. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, മറ്റു സഹോദരി സഹോദരന്മാർ, പ്രപഞ്ചനാഥന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന്റെ കൽപ്പനാ നിരോധങ്ങളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുറന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഉപദേശിച്ചു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹിത ആശയങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബലിപെരുന്നാളിന്റെ സുദിനം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. സത്യവിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനും ആഘോഷിക്കാനുമുള്ള സവിശേഷമായ രണ്ടു സുദിനങ്ങളിൽ രണ്ടാമത്തേതാണ് ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാളിന്റെ ഈ സന്തോഷവേള. അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ദിനത്തിലെ ആഹ്ലാദവും അവരുടെ മനസ്സിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശം ഉണ്ടാക്കുന്ന വൈകാരിക ആന്തോളനങ്ങളും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ആവേശത്തോടുകൂടി തെക്കുബീർ മുടക്കിക്കൊണ്ട് ഈദ്ഗാഹിലേക്കും പള്ളികളിലേക്കും വിശ്വാസി സമൂഹം ഒഴുകുന്നത് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശത്തിന്റെ അനുസ്മരണം മനസ്സിൽ ആ ചിന്തകളെ നിലനിർത്തിക്കൊണ്ടും ആ ഓർമ്മകളെ ജീവത്തായ വിധം മനസ്സിൽ ക്രമീകരിച്ചുകൊണ്ടുമാണ് എന്നത് ഈ ദിനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 4000 വർഷങ്ങൾക്കപ്പുറത്ത് ജീവിച്ചിരുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പീസ് ബി അപ്പോൺ ഹിം, അബ്രഹാം പിതാവ്, ഇന്നും ലോകത്ത് വർഷാവർഷം ക്രമം തെറ്റാതെ മുറ തെറ്റാതെ അനുസ്മരിക്കപ്പെടുന്നു എന്നത് ഏറെ അത്ഭുതകരമായി നമുക്ക് തോന്നാം. അനുസ്മരണം കൊണ്ട്, ആവർത്തിച്ചുള്ള അനുസ്മരണം കൊണ്ട് ഒരിക്കലും അതിന്റെ പ്രസക്തി വറ്റിപ്പോവാത്ത വിധം സമൂഹത്തിന് മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശം ഓരോ വർഷവും പ്രസക്തമായി നിലകൊള്ളുന്നു എന്നതാണ് ഈ ആവർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യഥാർത്ഥത്തിൽ പല ആവർത്തനങ്ങളും നമുക്ക് അരോചകമായി തോന്നാറുണ്ട് എങ്കിൽ 4000 വർഷമായി ഭൂമുഖത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ നടക്കുന്ന ഹജ്ജ് കർമ്മങ്ങളിലൂടെയും ലോകത്തുടനീളം വിശ്വാസികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബലിപെരുന്നാളിന്റെ ആഘോഷത്തിലൂടെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആവർത്തനം മാലോകർക്ക് പ്രചോദനമായി തീരുന്നു. ലോകൈക നേതാവായി അല്ലാഹു വാഴ്ത്തിയ മഹാനാണ് അബ്രഹാം പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്ന് നിലവിലുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കണ്ണി ചേർക്കുന്ന ഒരു വലിയ കണ്ണിബന്ധം കൂടിയാണ്. ഇന്ന് നിലവിലുള്ള മതസമൂഹങ്ങൾ അബ്രഹാം പിതാവിനെ അറിയുന്നു എന്നത് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
പ്രവാചകന്മാരുടെ പ്രപിതാവായി നിലകൊള്ളുന്ന ആ മഹൽ വ്യക്തിത്വം മനുഷ്യരെ ഒന്നിപ്പിക്കാനും മാനവിക ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമന്വയത്തിന്റെയും വലിയ അടയാളമായി സമൂഹത്തെ ഒരുമിപ്പിച്ച് ഒരേ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറെ പ്രചോദനമാകുന്നു എന്നതും സന്തോഷകരമായ അനുഭവം തന്നെ. ഈ അനുഭവത്തിന്റെ സുദിനത്തിലാണ് പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശം അനുസരിച്ചുകൊണ്ട് നാം അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖിൽ ജനിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുത്തെ മുഖ്യ പുരോഹിതനായ ആസറിന്റെ മകനായി ശേഷം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൗരോഹിത്യ പട്ടം വർഷാവർഷങ്ങളായി കാലങ്ങളായി പതിച്ചു കിട്ടിയ കുടുംബത്തിലെ ഒരു പുതുതലമുറ എന്ന നിലക്ക് നമ്രൂദ് രാജനുമായി ഭരണാധികാരവുമായി ഏറെ അടുത്തു നിൽക്കാൻ അവകാശവും അർഹതയുമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പക്ഷേ ഏകനായ നാഥനെ കുറിച്ചുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ആ നാഥന്റെ സന്ദേശ പ്രബോധന പ്രചാരകനായി ഇറാഖിൽ എഴുന്നേറ്റുന്നതിനാൽ കുടുംബത്തിൽ നിന്ന് ത്യജിക്കപ്പെടുകയും സമൂഹം അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും ഭരണകൂടം അദ്ദേഹത്തിന് അഗ്നികുണ്ഡമൊരുക്കുകയും ചെയ്തു എന്നതാണ് ഇറാഖിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത കാലഘട്ടത്തിലെ ചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അഗ്നികുണ്ഡങ്ങളുടെ മുമ്പിൽ അഗ്നികുണ്ഡത്തിന് മുമ്പിൽ പതറാതെ ഏകനായ നാഥന്റെ സന്ദേശത്തിന്റെ മാർഗത്തിൽ സമർപ്പിതനായി ജീവിക്കാൻ അദ്ദേഹം തയ്യാറായപ്പോൾ ആ അഗ്നികുണ്ഡത്തെ മറികടന്നും അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും കാലഘട്ടത്തെ ത്രസിപ്പിക്കുന്ന മാലോകരുടെ മുമ്പിൽ ലോകൈക നേതാവായി തീർന്ന അള്ളാഹുവിന്റെ കൂട്ടുകാരനായി തീർന്ന മഹൽ വ്യക്തിത്വമായി തീരുകയും ചെയ്തു എന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ എന്നും നമുക്ക് ഒരുപാട് പ്രചോദനങ്ങളായി നിലകൊള്ളുന്നു. അതുകൊണ്ട് നാം മുഴക്കുന്ന തക്ബീർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഏകനായ നാഥന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറാണ് എന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അവന്റെ നാമം എന്നെന്നും ഉയരട്ടെ. അവൻ നീനാൾ വാഴട്ടെ. നാഥൻ ഏറെ മഹത്തുടയവൻ എന്ന് നാം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ ഏതൊരു സന്ദേശത്തിന്റെ മാർഗത്തിൽ ഏതൊരു നാഥനെ വണങ്ങി ജീവിച്ച് മുന്നോട്ട് പോയപ്പോഴാണോ അദ്ദേഹം ഈ കുണ്ടം ഏറ്റുവാങ്ങേണ്ടി വന്നത്, ആ പാതയിൽ ഒരിക്കലും പിറകോട്ട് പോവാതെ അനുസ്യൂതം അക്ഷീണം അനവരതം മുന്നേറുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് നമ്മുടെ ഈ നെല്ലുപേരുകൾ. ഈ കുണ്ടത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖ് വിട്ട് പലായനം ചെയ്യുകയും മാലോകർ ജീവിച്ചു കൊണ്ടിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനവുമായി നടന്നു നീങ്ങുകയും ചെയ്തു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ വിനീത വിധേയനായി നിന്നുകൊണ്ട് തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും വാർദ്ധക്യ സഹജമായ അവസ്ഥ ലഭ്യമായ മകൻ ഇസ്മായിലിനെയും ഫലശൂന്യമായ മക്കയിൽ കൊണ്ടുവന്നാക്കി എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ത്യാഗത്തിന്റെ ത്യജിക്കലിന്റെ സമർപ്പണത്തിന്റെ വലിയ ഒരു ചരിത്രമായി വീണ്ടും ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാഥന്റെ മാർഗത്തിൽ ത്യജിക്കാൻ, അവന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറാണ് എന്നും അവനാണ് നമുക്ക് ഏറ്റവും വലിയവൻ എന്നും ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ് നമ്മുടെ തക്ബീറിന്റെ ബാക്കി ഭാഗം. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഈ നാഥനല്ലാതെ മറ്റൊരു ആരാധനയില്ല. നാം പരമമായി അനുസരിക്കേണ്ടുന്ന വണങ്ങേണ്ടുന്ന നാം നമിക്കുകയും പ്രകീർത്തനം ചെയ്യുകയും ചെയ്യേണ്ടുന്ന പ്രണമിക്കേണ്ടുന്ന ആരാധന അർപ്പിക്കേണ്ടുന്ന ഒരേ ഒരു നാഥൻ അല്ലാഹു മാത്രമാണ്. അവന്റെ മഹത്വം, അവനെത്ര മഹത്വമുടയവൻ, അവന്റെ നാമം നീനാൾ വാഴട്ടെ എന്ന് നാം വീണ്ടും ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ തമ്പുരാന്റെ മാർഗത്തിൽ ചെയ്ത ഈ ത്യാഗത്തെ നാം വീണ്ടും അനുസ്മരിക്കുകയാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ കുഞ്ഞുമോൻ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം തന്റെ കൂടെ ഓടി നടന്ന് ജോലി ചെയ്യാൻ പ്രായമെത്തിയ ഘട്ടത്തിൽ, പക്വതയോട് അടുത്തു നിൽക്കുന്ന ഘട്ടത്തിൽ ആ മകനെ അറുക്കാൻ, തന്റെ കരം കൊണ്ട് ബലിയർപ്പിക്കാൻ അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ നാഥന്റെ കൽപ്പനക്ക് മുമ്പിൽ വിനീതനായി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ ആവശ്യപ്പെട്ടതെല്ലാം സമർപ്പിക്കലാണ് ഇസ്ലാം. ഇസ്ലാം കലവറയില്ലാത്ത സമർപ്പണമാണ്. ഇസ്ലാം കലവറയില്ലാത്ത സമർപ്പണമാണ് എന്ന് വീണ്ടും മാലോകരെ പഠിപ്പിച്ചുകൊണ്ട് തന്റെ മകനെ സ്വന്തം കരങ്ങളാൽ ബലിയറുക്കാൻ ഒരുങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശമാണ് വീണ്ടും നാം അനുസ്മരിക്കുന്നത്. അതുകൊണ്ട് കലവറയില്ലാത്ത സമർപ്പണമാണ് നാഥന്റെ മാർഗത്തിൽ നടക്കേണ്ടത് എന്നും ആ സമർപ്പണത്തിന്റെ പാതയിതാ ഞങ്ങൾ എന്നുമാണ് നമ്മുടെ തക്ബീറിന്റെ ബാക്കി ഭാഗം. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാ സ്തുതിയും സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിനും. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഞാനിതാ അവന്റെ മാർഗത്തിൽ സമർപ്പിതനായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന
ആവർത്തിച്ചുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത സന്ദേശത്തിന്റെ അനുസ്മരണത്തിന്റെ ബലത്തിൽ നാം നടത്തുന്ന പ്രഖ്യാപനമാണ് ഈ മൈതാനിൽ ഇതുവരെ മുഴങ്ങിയിരുന്ന തക്ബീർ ധ്വനികൾ എന്ന് വിനയപുരസ്സരം നാം അറിയണം. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പരീക്ഷിച്ചപ്പോൾ ആ പരീക്ഷണങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ലോകോത്തര നേതാവായി വളരാൻ അല്ലാഹു അദ്ദേഹത്തിന് അവസരം നൽകുകയായിരുന്നു. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഏർപ്പാട് ചെയ്തപ്പോൾ ആ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം പൂർവാധികം ഭംഗിയായി പൂർത്തീകരിച്ചപ്പോൾ അങ്ങയെ പ്രവാചകരെ, അങ്ങയെ നാം ലോകൈക നേതാവായി വാണിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. എന്നല്ല വത്തഹദല്ലാഹു ഇബ്രാഹിമ ഖലീല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു തന്റെ കൂട്ടുകാരനായി സ്വീകരിക്കുകയും ചെയ്തു. മനുഷ്യരിൽ വെച്ച് ഒരാളെ മാത്രമാണ് അല്ലാഹു തന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചത് എന്ന് ദൈവം തന്റെ സുഹൃത്തായി തന്റെ അടിയാറുകളിൽ ഒരാളെ അംഗീകരിക്കുക എന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ലഭ്യമായ ഏറ്റവും വലിയ അംഗീകാരമാണ്. നമ്മുടെ സമരത്തിന്റെ മുഖം നിർണയിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആസറിനോടും നമ്രൂദിനോടും പൊരുതിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രമാണല്ലോ നമ്മുടെ ഈ ദിനത്തിന്റെയും ഹജ്ജിന്റെയും മുഖ്യ പ്രതിപാദനം. ആസർ എന്ന് പറഞ്ഞാൽ ആത്മീയ ചൂഷണത്തിന്റെ നേതാവായി നിലകൊള്ളുന്ന, പൗരോഹിത്യ പട്ടം കൈവശം വെച്ച, ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത വിധം സമൂഹത്തിൽ അധീശത്വം സ്ഥാപിച്ച ആത്മീയ ചൂഷണത്തിന്റെ വക്താവായിരുന്നു എങ്കിൽ തിരിച്ച് ശബ്ദിക്കാൻ അർഹതയില്ലാത്ത വിധം ഭരണാധികാരിയുടെ മുമ്പിൽ പഞ്ചമുച്ച മടക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട അറിയപ്പെടുന്ന ഒരു നാഗരിക സമൂഹത്തിലെ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ആ പൗരന്മാരുടെ മുകളിൽ മുടിചൂടാമനായി വാഴുന്ന ഏക ചക്രവർത്തിയായ നമ്രൂദിനോടുള്ള പോരാട്ടം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ഈ സമർപ്പണത്തിന്റെ ത്യാഗത്തിന്റെ വഴിയായി നമ്മുടെ മുമ്പിൽ ചരിത്രം അടയാളപ്പെടുത്തുകയാണ്. പൗരോഹിത്യവും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്നും മനുഷ്യർക്ക് വലിയ ഭാരമാണ്. അത് മനുഷ്യന്റെ സ്വച്ഛന്തമായ പ്രയാണത്തിന് തടസ്സമാണ്. അത് മനുഷ്യ പ്രകൃതത്തിന് എതിരായ നിയമക്രമത്തിലൂടെയും അത് പ്രകൃതിക്ക് വിരുദ്ധമായ സമീപനക്രമത്തിലൂടെയുമാണ് എക്കാലത്തും ലോകത്ത് എഴുന്നേറ്റ് നിൽക്കുക. അതുകൊണ്ട് മതപൗരോഹിത്യത്തിന്റെ വക്താവായ ആസറും ഭരണകൂടത്തിന്റെ വക്താവായ നമ്രൂദും തമ്മിലുള്ള, മതവും ഭരണകൂടവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ടിനെതിരെ ധീരോദാത്തമായ ചെറുത്തുനിൽപ്പിന്റെ പാതയിൽ തീകുണ്ടം ഏറ്റുവാങ്ങിയ മഹാപ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മനുഷ്യാവകാശത്തിന്റെ സംരക്ഷകനായി വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും നാഥനുമായുള്ള ബന്ധവും മനുഷ്യരുമായുള്ള ബന്ധവും പ്രകൃതിയുമായുള്ള ബന്ധവും യഥാവിധം സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ശരിയായ ദൈവിക പാതയുടെ മുമ്പിൽ പൗരോഹിത്യത്തിന്റെയും ഭരണകൂടത്തിന്റെയും അവിശുദ്ധമായ കൂട്ടുകെട്ട് എന്നും വലിയ പ്രശ്നമാണ്. ഈ വസ്തുതയെ നമ്മുടെ മുമ്പിൽ പ്രശ്നവൽക്കരിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതുകൊണ്ട് വിനയപുരസ്സരം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. എക്കാലത്തും ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസി സമൂഹത്തിന്റെ സമരമുഖം നിർണയിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയണം. നാം ഈ മൈതാനത്തിൽ പെരുന്നാളിന്റെ ഭാഗമായി സംഗമിക്കുമ്പോൾ ഇന്നേ ദിനം മക്കയിൽ ഹജ്ജിന്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഹാജിമാർ ഹജ്ജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരന്മാർ മിനയിൽ എത്തിയിരിക്കുകയാണ്. മിനയിൽ തുടങ്ങി അറഫ വഴി മുസ്ദലിഫയിൽ രാത്രി തങ്ങി ഇന്നവർ മിനയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. മിന എന്നതിന് അറബി ഭാഷയിൽ മുന എന്നാണ് അർത്ഥം. ത്യാഗത്തിന്റെ, പരിശ്രമത്തിന്റെ, പ്രയത്നത്തിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ധർമ്മസമരത്തിന്റെ, ആഗ്രഹത്തിന്റെ, അങ്ങേ അറ്റത്തെ ത്യാഗത്തിന്റെ വിശാലമായ അർത്ഥതലങ്ങളെയാണ് മുന എന്ന അറബി പദം പ്രതീകവൽക്കരിക്കുന്നത്. നാഥന്റെ മാർഗത്തിൽ സമർപ്പിതരായി മുന്നോട്ട് നടക്കുന്ന മനുഷ്യനെ പിറകോട്ട് വലിക്കുന്ന രണ്ടു ശക്തികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നേ ദിനം ഹാജിമാർ മിനയിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുകയും മൃഗബലി നടത്തുകയും ചെയ്യുന്നു. ഇന്നത്തെ പ്രധാനമായ ചടങ്ങ് അതാണ് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ജംറയിൽ കല്ലെറിയുക എന്ന് പറഞ്ഞാൽ പിശാചിനോടുള്ള പോരാട്ടമാണ്. ബലി അറുക്കുക എന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ ബലിയാണ്. അപ്പോൾ മനുഷ്യന് അള്ളാഹുവിന്റെ മാർഗത്തിൽ അർപ്പിതരായി മാലോകരെ അംഗീകരിച്ചും ഉൾക്കൊണ്ടും മനുഷ്യത്വത്തെ മാനിച്ചും ഈ പ്രകൃതിയെ അമാനത്തായി സൂക്ഷിമുതലായി കണ്ടും ദൈവീക സരണിയിൽ സമർപ്പിതരായി
ആ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി നടത്തുന്ന ത്യാഗം മനുഷ്യർക്ക് വേണ്ടിയുള്ള ത്യാഗമാക്കി മാറ്റിക്കൊണ്ട് മുന്നേറാൻ എക്കാലത്തും തടസ്സം സൃഷ്ടിക്കുന്ന രണ്ട് ശക്തികളുണ്ട്. അതിലൊന്ന് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ സ്വാർത്ഥതയാണ്, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ്. ആ താല്പര്യങ്ങളെ ബലിയെറുക്കാതെ, ആ താല്പര്യങ്ങളെ അറുത്ത് മുറിച്ചു മാറ്റാതെ ഒരാൾക്കും ലക്ഷണമൊത്ത മുസ്ലിമാകാൻ കഴിയില്ല. ഒരാൾക്കും ഇബ്രാഹിമിന്റെ പാതയിൽ അണിചേരാൻ കഴിയില്ല. രണ്ടാമതായി സകലവിധ പൈശാചികതയോടും പൊരുതിക്കൊണ്ട് മാത്രമേ നമുക്ക് നാഥന്റെ മാർഗത്തിൽ സമർപ്പിതനായി മുന്നോട്ട് പോകാൻ കഴിയൂ. അള്ളാഹുവിന്റെ വഴിയിൽ നിലകൊള്ളുന്നതിൽ നിന്ന് നമ്മെ എന്നും പിറകോട്ട് വലിക്കുന്നവൻ പിശാചാണ്, മനുഷ്യകുലത്തിന്റെ വർഗശത്രു. നമുക്ക് ഒരു ശത്രുവേ ഉള്ളൂ, നമുക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ, അത് ശൈത്താനാണെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, അവനാണ് നമ്മുടെ വർഗശത്രു. പക്ഷെ നാം യഥാർത്ഥ ശത്രുവിനെ മറന്നുപോയവരാണ്. ഇന്ന് നമ്മുടെ ശത്രു നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളാണെന്ന് നമ്മെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മുടെ ശത്രു ഇന്ന ഇന്ന ആളുകളൊക്കെയാണെന്ന് ആരോ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ശത്രു മനുഷ്യകുലത്തിന്റെ മാനവകുലത്തിന്റെ ശത്രുവായ ധാർമ്മികതയുടെ എതിരാളിയായ പിശാചാണ് എന്ന വലിയ പാഠമാണ്. ജംറയിലെ കല്ലേറ്, ഹജ്ജിന്റെ ഭാഗമായി നടക്കുന്ന ജംറാത്തിലെ കല്ലെറിയുന്ന സ്ഥലങ്ങളിലെ കല്ലേറ് നമ്മെ യഥാർത്ഥത്തിൽ ബോധവൽക്കരിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ ബലിയെറുക്കാനുള്ള ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട് ഒരു കയ്യിൽ കുഞ്ഞിനെയും പിടിച്ച് മറുകൈയിൽ കത്തിയും കയറുമായി പരിസ്ഥലത്തേക്ക് നടന്നപ്പോൾ ബലിയെറുക്കാൻ ഒരുങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പിശാച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇബ്രാഹിമി അങ്ങനെ ചെയ്യരുത്, നിനക്ക് വാർദ്ധക്യ സഹജമായ അവസ്ഥയിൽ കിട്ടിയ മകനാണ്, ഇനി നിനക്കൊരു മകൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ഈ നാഥന്റെ കൽപ്പന പാലിച്ച് നീ വിഡ്ഢിത്തം ചെയ്യല്ല, ഒരിക്കലും ഇങ്ങനെ ഒരു ത്യാഗത്തിന് ഒരുങ്ങല്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പിശാച് പിന്തിരിച്ചപ്പോൾ കല്ലുകൾ പെറുക്കി അദ്ദേഹം പിശാചിനെ എറിഞ്ഞ ആ ഏറിന്റെ പ്രതീകവൽക്കരണമാണ് ജംറയിലെ കല്ലേറ്. നാഥനുള്ള സമർപ്പണത്തിന്റെ മാർഗത്തിൽ മനുഷ്യനെ തടയുന്ന പിശാച്. ആ പിശാചിനോട് പൊരുതിയിട്ട് തന്റെ ഏറ്റവും വലിയ താല്പര്യം തന്റെ മകനാണ് എന്ന യാഥാർത്ഥ്യം ഇബ്രാഹിം നബിക്ക് അറിയാം. 90 വയസ്സും അതിലധികവും പ്രായമെത്തിയ ഘട്ടത്തിൽ അച്ചുനോറ്റ് കിട്ടിയ കുഞ്ഞിനെ ബലിയെറുക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നത് തന്റെ താല്പര്യം അള്ളാഹുവിനോടായിരിക്കണം, ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നാഥനോടായിരിക്കണം, അത് കഴിഞ്ഞ് ബാക്കി എനിക്ക് എന്റെ താല്പര്യങ്ങൾ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിശാചിനെ എറിഞ്ഞോടിച്ച് തന്റെ മകന്റെ കഴുത്തിൽ അദ്ദേഹം കത്തിവെച്ചത്. ഇസ്ലാമിൽ നരബലി ഇല്ല, ഇസ്ലാമിൽ മൃഗബലിയേ ഉള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇബ്രാഹിമിന്റെ ഒരു പരീക്ഷണമാണ്, കുഞ്ഞിനെ നീ മോചിപ്പിക്കുക, ഈ ഉരുവിനെ ബലിയെറുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആ പരീക്ഷണത്തിലൂടെ വലിയ ഒരു പാഠം നമ്മെ പഠിപ്പിച്ചു. എങ്കിൽ പിശാചിനോട് പൊരുതിയും സ്വാർത്ഥതയെ വെടിഞ്ഞും മാത്രമേ നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ മാർഗത്തെ സ്വീകരിക്കാൻ കഴിയൂ. ഈ തിരിച്ചറിവാണ് വിശ്വാസികളായ നമുക്കുണ്ടാവേണ്ടത്. ഈ തിരിച്ചറിവിന്റെ സമരമുഖമാണ് ഒരു ഭാഗത്ത് ആസർ, മറുഭാഗത്ത് നമ്രൂദ്. ആ സമരത്തിന്റെ വികസിത രൂപമാണ് കണ്ട പൈശാചിക വക്താക്കളായ ആത്മീയ ചൂഷണത്തിന്റെ വക്താക്കളോടും ഭരണകൂടത്തിൽ കയറിയിരുന്ന് അധികാരം വാണുകൊണ്ട് സകലവിധ തിന്മകളും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അപങ്ങുരം അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തോടുള്ള പോരാട്ടവും ഈ സമരമുഖത്തെ മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അനുസ്മരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നാം മനസ്സിലാക്കണം. ഇന്നും ഈ സമരമുഖം ഏറെ സജീവമാണ്, ഇന്നും ഈ സമരമുഖം ഏറെ സജീവമാണ്. ഈ സമരമുഖത്ത് പ്രവേശിക്കുന്നവർക്ക് വേണ്ടി തീകുണ്ടവും തയ്യാർ. നമ്രൂദുമാർ, അഭിനവ നമ്രൂദുമാർ തീകുണ്ടം ഒരുക്കിയിരിക്കുന്നു. ചൂഷണത്തിന്റെ വക്താക്കളായ പുരോഹിത പരീക്ഷകൾ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇബ്രാഹിമുമാർ എവിടെ എന്നതാണ് കാലഘട്ടത്തിന്റെ ചോദ്യം. നിങ്ങൾ അറിയണം, ശൈത്താൻ എന്ന് പറഞ്ഞാൽ പിശാച്, ശൈത്താനിയത്ത് എന്ന് പറഞ്ഞാൽ സകല അധർമ്മവും. അധർമ്മമാണ് ശൈത്താനിയത്ത്, പൈശാചികത എന്ന് തിരിച്ചറിയണം. ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. മദ്യവും മയക്കുമരുന്നും വ്യഭിചാരവും അശ്ലീലവും ലൈംഗിക അരാജകത്വവും സാമ്പത്തിക ചൂഷണത്തിന്റെ വിവിധങ്ങളായ വഴികളും ഒരു ഭാഗത്ത് നമുക്കിടയിൽ നിന്ന് സാമൂഹ്യ ക്രമത്തെ കീഴ്മേൽ മരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്നു. അഴിമതിയും പൊതുമുതൽ തട്ടിയെടുക്കലും പ്രകൃതി വിഭവങ്ങളെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിച്ചഴിക്കലും ഈ അധാർമികതയുടെ ശൈത്താനീയത്തിന്റെ പ്രകടഭാവങ്ങളായി നമുക്കിടയിൽ നിന്ന് നാണമില്ലാത്ത വിധം അരഞ്ഞു തകർക്കുന്നു. ഈ പൈശാചികത വീട്ടകത്തേക്ക് കടന്നു വന്നപ്പോൾ വ്യക്തിയുടെ ധാർമ്മികത ഇന്ന് അന്യമായി പോകുന്നു. കുടുംബത്തിനകത്തെ സുരക്ഷിതത്വം പോലും നമുക്ക് ഭീഷണിയായി തീർന്നിരിക്കുന്നു. ലൈംഗിക അരാജകത്വത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ സമൂഹത്തെ ആമൂലം ഗ്രസിച്ചിരിക്കുന്നു.
പിതാവിന്റെ അടുക്കൽ മകളെ ഏൽപ്പിച്ചു പോകാൻ ധൈര്യമില്ലാത്ത ഉമ്മമാരും അമ്മമാരും ഈ സമൂഹത്തിന്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ചോദ്യചിഹ്നങ്ങളായി മാറിയിരിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ കണ്ണിൽ കാമം കാണുന്ന അധ്യാപകരും പഠിപ്പിക്കുന്ന അധ്യാപികയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ ക്ലാസ്സിൽ കൃത്യമായി പങ്കെടുക്കുന്ന യുവതലമുറയും ഈ പുതിയ തലമുറയിൽ വലിയ ഭീഷണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നിയമസഭക്കകത്തിരുന്ന് അശ്ലീലം കാണുന്ന സാമാജികർ ഈ സമൂഹത്തിന്റെ ദുരന്തമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ താഴെ തട്ട് മുതൽ മുകളിലെ തട്ട് വരെ നീണ്ടു കിടക്കുന്ന ഈ ശൈത്താനിയത്തിനെ, അധാർമികതയെ നോക്കി നിൽക്കാൻ ഇബ്രാഹിമിന്റെ മാർഗത്തെ പിൻപറ്റിയ ഒരാൾക്കും സാധ്യമല്ല. ഇബ്രാഹിമിന്റെ പാതയെ, ഈ സമരത്തിന്റെ മുഖത്തെ അവഗണിച്ചവൻ വിധിയാണ്. അള്ളാഹു അദ്ദേഹത്തെ ഇഹലോകത്തെ സവിശേഷമായി തെരഞ്ഞെടുത്തിരിക്കുന്നു. നാളെ പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഈ സമരപാതയെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ വിശ്വാസികൾക്ക് സാധിക്കണമെന്നാണ്. ആവർത്തനം കൊണ്ട് മടുപ്പ് വരാതിരിക്കുമാറ് 4000 വർഷമായി ഭൂമുഖത്ത് നിർമ്മിതമായി ഹജ്ജ് കർമ്മത്തിലൂടെയും പെരുന്നാൾ ആഘോഷത്തിലൂടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ജീവിത ചരിത്രം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഭരണകൂടവും ഭരണകൂടത്തിന്റെ വക്താക്കളും അധർമ്മത്തിന്റെ കാവലാളുകളായി മാറുന്ന കാലഘട്ടത്തിൽ നിശബ്ദരായിരിക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സകലമാന അധാർമികതയുടെയും കാവലാളുകളായി, പൊതുമുതൽ തട്ടിയെടുക്കുന്നവരും വഞ്ചകരുമായി, വലിയ വലിയ അഴിമതികളെ ചരിത്രം സൃഷ്ടിക്കുന്നവരായി ഈ രാജ്യത്ത് ജീവിക്കുന്ന അവസാനത്തെ പൗരനും ജീവിക്കാൻ അവകാശമുണ്ടെന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട പ്രമാണങ്ങളെ മുമ്പിൽ വെച്ചും അത്തരം സംഗതികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് പൊരുതൽ ഏറ്റവും വലിയ ധർമ്മസമരമായി, ഇബ്രാഹിമി മില്ലത്തിന്റെ സമരമായിട്ട് നമ്മുടെ മുമ്പിൽ ചരിത്രം പഠിപ്പിക്കുന്നു. അതാണ് നമ്രൂദ് രാജന് മുമ്പിൽ ഇബ്രാഹിം നബി ശബ്ദിക്കാനുള്ള കാരണം. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, 4000 കൊല്ലങ്ങൾക്ക് അപ്പുറത്ത് നടന്ന ഒരു സംഭവത്തെ നമ്മുടെ മുമ്പിൽ പച്ചയായി അവതരിപ്പിച്ചുകൊണ്ട് അലം തറ, നീ കണ്ടുവോ, നിനക്കറിയാമോ, അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബി അൻ ആതാഹുല്ലാഹുൽ മുൽക്ക്, അധികാരം നിനക്ക് നൽകിയത് തമ്പുരാനാണ് എന്ന് നമ്രൂദിന്റെ മുഖത്ത് നോക്കിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോട് തർക്കിച്ച ആ നമ്രൂദിനെ നീ കണ്ടുവോ എന്ന് നമ്മളോട് ഖുർആൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അറിയണം, കാലാകാലങ്ങളായി വായിക്കപ്പെടുന്ന ഖുർആനിൽ 4000 വർഷങ്ങൾക്കപ്പുറത്ത് നമ്രൂദിന്റെ കോട്ട കൊത്തളങ്ങളെ വിറപ്പിക്കുമാറ് അധികാരം നാഥൻ നൽകിയതാണ്. അത് ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടിയുള്ളതാണ്. അത് ധർമ്മ സംഹിതകളെ നിലനിർത്താനുള്ളതാണ്. നിന്റെ തന്നിഷ്ടം പ്രവർത്തിക്കാനോ, നിനക്ക് സ്വന്തമായി മുതൽ കൂട്ടാനോ, നീ സർവാധികാരിക്കാരനായി വാഴാനോ അല്ല എന്ന് ശക്തിയുക്തം തുറന്നു പറഞ്ഞ ഒരു മഹാപ്രവാചകനെ ഇബ്രാഹിം ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ആ മില്ലത്ത് ഇബ്രാഹിമിന്റെ പാതയിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഫ്ദലുൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, ഏറ്റവും വലിയ ധർമ്മസമരം ധിക്കാരിയായ ഭരണാധികാരികളുടെ മുഖത്ത് നോക്കി സത്യം വിളിച്ചു പറയലാണ്. ഏറ്റവും വലിയ ധർമ്മസമരം ധിക്കാരികളായ ഭരണകൂടത്തിന് മുമ്പിൽ ഏനക്കേട് സൃഷ്ടിക്കലാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തസാക്ഷികളെ പരിചയപ്പെടുത്തുന്നു ഇസ്ലാം. ഏറ്റവും വലിയ രക്തസാക്ഷി ആരെന്ന ചോദ്യത്തിന് ചരിത്രം നൽകിയ മറുപടി സയ്യിദ് ശുഹദാ, രക്തസാക്ഷികളുടെ സയ്യിദ് ഹംസ റളിയല്ലാഹു തആല അൻഹു ആണ് എന്നാണ്. ഉഹുദിന്റെ രണാങ്കണത്തിൽ രക്തസാക്ഷിയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കഫൻ പുടവ അണിയിക്കാൻ കഴിയാത്ത വിധം ശരീരം കഷ്ണം കഷ്ണം തുണ്ടം തുണ്ടമായി 100-ലധികം കഷ്ണമായി വെട്ടി നുറുക്കപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ ഉഹുദിന്റെ രണാങ്കണത്തിൽ കഫൻ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ മാംസ കഷ്ണങ്ങൾ, ശരീര കഷ്ണങ്ങൾ പക്ഷികൾ കഴിക്കട്ടെ, അങ്ങനെ പക്ഷികളുടെ വയറ്റിൽ നിന്ന് നാളെ ഹംസ റളിയല്ലാഹു അൻഹു പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്കിൽ ഏറ്റവും വലിയ രക്തസാക്ഷിയായ ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വെച്ചിട്ട് രണ്ടാമൻ ആരെന്ന് പഠിപ്പിക്കുന്ന ഹദീസ് തിരുവചനം വളരെ പ്രസക്തമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറു ശുഹദാഹി ഹംസത്തു ബിൻ അബ്ദുൽ മുത്തലിബ്, രക്തസാക്ഷികളിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ഏറ്റവും ഉത്തമൻ അബ്ദുൽ മുത്തലിബിന്റെ മകൻ ഹംസ റളിയല്ലാഹു തആല അൻഹു ആണ്. സുമ്മ റജുലുൻ, പിന്നീട് രണ്ടാമൻ ഇനി പറയാൻ പോകുന്ന ആളാണ്. അവിടെ പേര് കുറിച്ചില്ല. എക്കാലത്തും ഇങ്ങനത്തെ രക്തസാക്ഷികൾ ഉണ്ടാവട്ടെ എന്ന് ഇസ്ലാം വെച്ചു. സുമ്മ റജുലുൻ, പിന്നീട് ഒരാൾ.
ഖാമ ഇലാ ഇമാമിൻ, ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരിയുടെ ഭരണകൂടത്തിന് മുമ്പിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ആ ഭരണാധികാരിയുടെ ഭരണകൂടത്തിന്റെ ചെയ്തികളെ അദ്ദേഹം ശക്തമായി വിലയിരുത്തി. അമറഹു, അദ്ദേഹത്തോട് കൽപ്പിച്ചു. വനഹാഹു, അദ്ദേഹത്തോട് വിരോധിച്ചു. നീ ഇങ്ങനെ ചെയ്യല്ല, ഇങ്ങനെയേ ചെയ്യാവൂ. ഇങ്ങനെ ചെയ്താൽ ഈ നാട് നശിക്കും, മനുഷ്യത്വം നശിക്കും, ധർമ്മം നശിക്കും, സമൂഹം നശിക്കും. ധർമ്മം നശിക്കുന്നിടത്ത് മനുഷ്യകുലമാണ് നശിക്കുക, ധർമ്മം ക്ഷയിക്കുന്നിടത്ത് മനുഷ്യത്വം തകരും എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ ഭരണാധികാരിയോട് പറഞ്ഞു. പക്ഷേ ഭരണാധികാരി സഹിച്ചില്ല. നമ്രൂദിനെ പോലെ തീക്കുണ്ടമൊരുക്കാൻ തയ്യാറായി. അതിന്റെ പേരിൽ ഈ വ്യക്തിയെ ആ ഭരണാധികാരി കൊന്നുകളഞ്ഞു. ഭരണകൂടത്തിന്റെ ചെയ്തികളെ വിമർശിച്ചതിന്റെ പേരിൽ, അധർമ്മത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്ന ഭരണ നിയമ സംഹിതകളെ എതിർത്തതിന്റെ പേരിൽ യഥാർത്ഥത്തിൽ വധിക്കപ്പെടുന്നവനാരോ അവരാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം രക്തസാക്ഷിത്വം നേടിയവരിൽ ഉത്തമൻ എന്ന് കാലാകാലങ്ങളായി നടക്കേണ്ടുന്ന, നിരന്തരം തുടരേണ്ടുന്ന ഭരണകൂടത്തിന്റെ അന്യായങ്ങൾക്ക് നേരെ ശബ്ദിക്കാൻ പ്രചോദനമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മെ പഠിപ്പിച്ചു എങ്കിൽ നമ്മൾ അറിയണം, അധികാരത്തിലേറി കഴിഞ്ഞാൽ മനുഷ്യകുലത്തെയും നമ്മുടെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരങ്ങളെയും തകർക്കാൻ ശ്രമിക്കുന്നവരോട് നിശബ്ദരായിരിക്കാൻ ഇബ്രാഹിമി മില്ലത്തിൽ കണ്ണി ചേർക്കപ്പെട്ടവർക്ക് അർഹതയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, വൈദാ തവല്ലാ സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ, അധികാരത്തിൽ അവരേറിയാൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുക. വയുഹ്ലികൽ ഹർസ, മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാന ആധാരമാകുന്ന കൃഷിയെ അവർ തകർത്ത് കളയും. വന്നസ്ല, മനുഷ്യകുലത്തെ തന്നെയും അവർ തകർക്കും. തലമുറകളെ അശ്ലീല, അനാശാസ്യ, അധാർമിക വഴിയിലൂടെ അപങ്കുരം തുടരാൻ അവർ അനുവദിക്കും. അതോടുകൂടി തലമുറയിൽ നിന്ന് നശിക്കും. മണ്ണും നശിക്കുക, മനുഷ്യനും നശിക്കുക എന്നത് കാലഘട്ടത്തിന്റെ വലിയ ദുരന്തമാണ്. മണ്ണും മനുഷ്യനും സുരക്ഷിതരായിരിക്കുന്നിടത്ത് മാത്രമേ ഇസ്ലാം നിലനിൽക്കൂ എന്നതും അവിടെ മാത്രമേ ധർമ്മം പുലരൂ എന്നും, അതുകൊണ്ട് മണ്ണിനെയും മനുഷ്യനെയും ജീവത്തായി നിലനിർത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പാതയിൽ അണിനിർന്ന വിശ്വാസികൾക്ക് അർഹതയുണ്ടെന്നും അതവരുടെ ജന്മാവകാശമാണ് എന്നും അവർ സമരരംഗത്തുണ്ടാകണമെന്നും വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്നു. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, ഇത്തരം നാശം അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയേയില്ല. കാരണം ഇത്തരം കുഴപ്പങ്ങൾ കൊലപാതകത്തെക്കാൾ ഭീകരമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ, നാശം, ഭൂമിയിൽ നാശമുണ്ടാവുക, മനുഷ്യകുലം നശിക്കാൻ കാരണമാകുന്ന ചെയ്തികൾ ഉണ്ടായി വരിക എന്നത് കൊലപാതകത്തെക്കാൾ വലിയ ദുരന്തമാണ് എന്ന് വളരെ കൃത്യമായി ഇസ്ലാമിനെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിൽ വികസനത്തിന്റെ വഴിയെ മുന്നോട്ട് പോകുന്ന ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ വികസന മോഹങ്ങൾ ഒരിക്കലും മനുഷ്യനെതിരാവാൻ പാടില്ല, പ്രകൃതിക്കെതിരാകാൻ പാടില്ല, മനുഷ്യകുലത്തെ നശിപ്പിക്കുന്ന പ്രവണതകളിലേക്ക് അത് എത്തിപ്പെടാൻ പാടില്ല. വൈദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ നാശമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഭൂമിയിൽ നാശം ഉണ്ടാക്കരുത് എന്നവരോട് പറഞ്ഞാൽ ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ ഇവിടെ വികസനത്തിന്റെ വഴിയിലൂടെ ഇതിനെ സംസ്കരിച്ച് വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരുടേത് വികസനമല്ല, അവർ ഈ സമൂഹത്തെ, നാടിനെ വികസിപ്പിക്കുകയുമല്ല. അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവരാണ് ഏറ്റവും വലിയ നാശകാരികൾ എന്ന് വളരെ കൃത്യമായി ഖുർആൻ ഉദ്ധരിക്കുന്നു. എങ്കിൽ നമ്മൾ അറിയണം, ഇത് കേവലം നമ്മുടെ ആത്മീയ സുഖത്തിനായി ആചരിക്കുന്ന ഒരു ദർശനമല്ല ഇസ്ലാമിൻ്റെത്. മനുഷ്യന് വേണ്ടി രംഗത്ത് വന്ന മതമാണ്. മനുഷ്യനെയും പ്രകൃതിയെയും സുരക്ഷിതമാക്കി നിർത്തൽ ഇബ്രാഹിമി മില്ലത്തിന്റെ സമരമുഖമാണ്. അതുകൊണ്ടാണ് ആസറിനോട് പൊരുതിയത്. മനുഷ്യ വിരുദ്ധമായ സംഹിതകൾക്ക് ഓശാന പാടുന്ന ചൂഷണത്തിന്റെ ആത്മീയതയുടെ വക്താവായിരുന്നു ആസർ. ഇന്നും അങ്ങനെയാണ് മതത്തിന്റെ വക്താക്കൾ. അവർ ഭരണകൂടത്തിന് ഏനക്കേട് സൃഷ്ടിക്കാതെ ആത്മീയ ആചാരങ്ങളുമായിട്ടാണ് കടന്നു പോവുക. അത്തരം ആത്മീയ ആചാരങ്ങളുടെ വക്താവായ ആസറിനോടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ വക്താവായ നമ്രൂദിനോടും ഒരുപോലെ പൊരുതിയ ഒരു പ്രവാചകന്റെ ചരിത്രം 4000 വർഷങ്ങളായി നിരന്തരം അനുസ്മരിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു എങ്കിൽ ഈ അനുസ്മരണത്തിൽ വലിയ മർമ്മങ്ങളുണ്ട് എന്ന് വിനയപുരസ്സരം നമ്മൾ അറിയുക. അതുകൊണ്ട് നമ്മുടെ സമരമുഖം നിർണയിക്കപ്പെടട്ടെ. നാം മനുഷ്യന് വേണ്ടിയാണ്, നാം പ്രകൃതിക്ക് വേണ്ടിയാണ്, നാം ധർമ്മത്തിന് വേണ്ടിയാണ്, ധർമ്മ സംസ്ഥാപനാർത്ഥായാണ് നാം ഈ രംഗത്തിറങ്ങി പണിയെടുക്കേണ്ടവരാണ്. അതായിരുന്നു പ്രവാചകന്മാരുടെ പാത, അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ പാത, അതാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം.
അതാണ് ബലി പെരുന്നാളിന്റെ സന്ദേശം, അതാണ് ഹജ്ജിന്റെയും സന്ദേശം. അതുകൊണ്ട് ഈ സന്ദേശത്തെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ആവർത്തിച്ച് നമ്മുടെ കൂറ് പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്ക് മനുഷ്യന് വേണ്ടി പുതിയ പ്രതിജ്ഞകൾ എടുക്കാം, നമുക്ക് പ്രകൃതിക്ക് വേണ്ടി പുതിയ പ്രതിജ്ഞകൾ എടുക്കാം, നമുക്ക് ധർമ്മത്തിന് വേണ്ടി സമരരംഗത്ത് ഉറച്ചു നിൽക്കാം. അക്ഷീണം അനവരം നമുക്ക് മുന്നോട്ട് പോവാം. അടുത്ത ബലി പെരുന്നാളിന്റെ വേദിയിൽ ഒരുമിച്ച് കൂടും വരെ ഈ സമരോത്സുകതയെ ക്രിയാത്മകമായ മാർഗത്തിൽ, രചനാത്മകമായ മാർഗത്തിൽ നമുക്ക് നിലനിർത്താം. പ്രപഞ്ചനാഥൻ ഈ സമരമുഖത്തെ യഥാവിധി ഉൾക്കൊണ്ടുകൊണ്ട് മണ്ണിൽ ജീവിക്കുന്ന ഇബ്രാഹിമുമാരായിട്ട് മാറാൻ, ആ ഇബ്രാഹിമി മില്ലത്തിലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാന്താവിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനകളെ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. ബലി പെരുന്നാളിലെ സുദിനങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ശരിയായ പ്രദർശനമായിരിക്കണം. ഓരോ ആഘോഷങ്ങളും അതാത് മതവിഭാഗത്തിന്റെ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. ഇസ്ലാമിന്റെ ആത്മീയതക്കും അതിന്റെ ചൈതന്യത്തിനും നിരക്കാത്ത ഒരു പ്രവർത്തനവും ഈ പെരുന്നാൾ ആഘോഷത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളെ നമ്മുടെ ആഘോഷങ്ങളിൽ പങ്കാളികളാക്കണം. അവരുമായി വിഭവങ്ങൾ പങ്കുവെക്കുകയും അവരുമായി സൗഹൃദം പുതുക്കുകയും ഇബ്രാഹിമിന്റെ പാതയിൽ, അബ്രഹാം പിതാവിന്റെ പാതയിൽ ഒന്നാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഇന്ന് നാം സുദിനത്തിൽ ഭക്ഷണം കഴിച്ചും ബലിമാംസം കഴിച്ചും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ നേരെ ചുവേ ഭക്ഷണം കഴിക്കാനും സ്വസ്ഥമായി ഉറങ്ങാനും കഴിയാതെ നമ്മുടെ അസമിലെ സഹോദരന്മാർ ഒരുപാട് ടെന്റുകളിൽ വളരെ പരിമിതമായ മലമൂത്ര വിസർജന സൗകര്യങ്ങൾക്ക് നടുവിൽ രോഗപീഠ അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യവും നാം അറിയണം. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രാർത്ഥനയും അവർക്ക് സാധ്യമാകുന്ന സേവനവും നമ്മുടെ പെരുന്നാളിന്റെ ഭാഗമായി നടക്കേണ്ടതുണ്ട്. ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ പണവും നൽകി ആ സഹോദരന്മാർക്ക് വേണ്ടി സർവോപരി പ്രാർത്ഥന നൽകി നാം ഈ പെരുന്നാളിൽ അവരുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാൾ ദിനത്തിൽ വീട്ടിൽ പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ മുസൽമാന്മാരായി പോയി എന്ന ഒറ്റ കാരണത്താൽ ജയിലറകളിൽ തടവിൽ പാർപ്പിക്കപ്പെട്ട ഒരുപാട് ചെറുപ്പക്കാർ, സഹോദരന്മാർ ഉൾപ്പെടെയുള്ളവർ, അവർക്ക് വേണ്ടിയും നാം ആവേശപൂർവ്വം പ്രാർത്ഥിക്കുക. അവർ അനുഭവിക്കുന്ന പീഡനം ഒരു വിമോചനത്തിന്റെ പേറ്റുനോവാണെന്ന് ചരിത്രം നമ്മെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ്. കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും ഒക്കെ ഭീകരവാദത്തിന്റെ അടയാളങ്ങളായി മുദ്ര ചാർത്തപ്പെട്ട ഒരു പുതിയ സാമൂഹ്യ പശ്ചാത്തലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സുദർഹനായ നാഥനിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഭീകരനാകാൻ വിധിക്കപ്പെട്ട പുതിയ കാലഘട്ടത്തിൽ ഇவ்விதം പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാതെ പോയ നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി നമ്മുടെ പെരുന്നാൾ ദിനത്തിലെ സവിശേഷമായ പ്രാർത്ഥനകൾ ഉയരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വന്തം സഹോദരന്മാരെ അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പീഡനപർവം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നാഥൻ വിമോചനത്തിന്റെ വഴിയൊരുക്കി കൊടുക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ധർമ്മം പുലരുന്ന, നീതി പുലരുന്ന, വിഭവങ്ങൾ കൃത്യമായി പങ്കുവെക്കപ്പെടുന്ന ഒരു നാട് നമ്മുടെ നാട്ടിൽ പുലരുന്നത് കാണാൻ നാഥൻ നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നമ്മിൽ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. اللهم ارض عن الخلفاء الراشدين وامراء المرشدين ابي بكر الصديق وعمر بن الخطاب وعثمان بن عفان وعلي بن ابي طالب وعمي نبيك حمزه والعباس وبقيه الصحابه والقرابه والتابعين كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز
وأعز الإسلام والمسلمين وأذل الظلم والظالمين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين آمين برحمتك يا رب